കാടമുട്ടയാണോ കോഴിമുട്ടയാണോ കൂടുതൽ നല്ലത്? നമ്മുടെ നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇപ്പൊ പറയുന്നത് എന്താണ്? കാടമുട്ടയാണ് കൂടുതൽ നല്ലത്, അതിന് പോഷക ഗുണമുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ ആസ്മ കുറയും, അലർജി കുറയും എന്നെല്ലാം പറയാറുണ്ട്. സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തില് കാടമുട്ടയ്ക്ക് ഈ പറയുന്ന അത്ഭുത ഗുണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഒരു കോഴിമുട്ടയും ഒരു കാടമുട്ടയും തമ്മിൽ അവയുടെ ന്യൂട്രീഷണൽ ഗുണങ്ങൾ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് കോഴിമുട്ടയ്ക്കകത്താണ് കൂടുതലെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു കാടമുട്ടയ്ക്കകത്ത് ഏകദേശം 1 ഗ്രാം പ്രോട്ടീനും 1 ഗ്രാം കൊഴുപ്പുമാണ് അടങ്ങിയിട്ടുള്ളത്. കൂടാതെ റിബോഫ്ലാവിൻ, വൈറ്റമിൻ ബി കോംപ്ലക്സ് കുറച്ച് അടങ്ങിയിട്ടുണ്ട്, കൂടാതെ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ കോഴിമുട്ട നോക്കിക്കഴിഞ്ഞാൽ ഒരു കോഴിമുട്ടയ്ക്കകത്ത് ഏകദേശം 7 ഗ്രാം പ്രോട്ടീനും ഉണ്ട്, 5 ഗ്രാം കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു കോഴിമുട്ടയുടെ അളവിൽ നമുക്ക് ഗുണങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 7 കാടമുട്ട നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. മാത്രമല്ല 7 കാടമുട്ട എടുത്തു കഴിഞ്ഞിരുന്നാൽ നമുക്ക് കോഴിമുട്ടയായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് കൊഴുപ്പിന്റെ അളവ് കൂടുതലാണ്. അതായത് ഒരു കോഴിമുട്ടയ്ക്കകത്ത് 5 ഗ്രാം ആണ് കൊഴുപ്പെന്നുണ്ടെങ്കിൽ 7 കാടമുട്ടയ്ക്കകത്ത് 7 ഗ്രാം ആണ് കൊഴുപ്പ്. അതായത് കൊളസ്ട്രോൾ കൂടുതലുള്ളവർ കാടമുട്ട കഴിച്ചാലാണ് കൂടുതലും കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത എന്നർത്ഥം. മാത്രമല്ല കോഴിമുട്ടയ്ക്കകത്ത് കോറിൻ, സിയാസാന്തിൻ, ല്യൂട്ടിൻ പോലുള്ള അമിനോ ആസിഡ്സ്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഇവയെല്ലാം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാടമുട്ടയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കോഴിമുട്ടയാണ് കൂടുതൽ നല്ലത്. കൊച്ചു കുട്ടികൾക്കെല്ലാം 2 കോഴിമുട്ട നൽകുക. പലവിധ അത്ഭുത ഗുണങ്ങൾ, പ്രത്യേകിച്ച് ആസ്മ പോലുള്ള കണ്ടീഷൻ മാറ്റാൻ കാടമുട്ടയ്ക്ക് കഴിവെന്ന് പറയുന്നത് വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നത് മാത്രമാണ്. അതല്ലാതെ മറ്റു ഗുണങ്ങൾ കാടമുട്ടയ്ക്കില്ല.